മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് സർക്കാരിന് ആശ്വാസമായ വിധിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഈസ്റ്റേൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാൻ 17.77 കോടി രൂപ കെട്ടിവെച്ചു. കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടപടികൾ പൂർത്തിയാക്കി. ഭൂമി പ്രതീകാത്മകമായി ഏറ്റെടുത്താണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതെന്നും ഇന്ന് രാത്രിയോടെ ഈസ്റ്റേൺ എസ്റ്റേറ്റിൽ ശിലാഫലകം സ്ഥാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആ കേസിൽ അവിടെ സിംബോളിക് പൊസിഷൻ എടുക്കാനും പണം കോടതിയിൽ അടച്ചാൽ മതി എന്നും സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ മറികടന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോഴും അന്നത്തെ ദിവസം നമ്മള് കഴിഞ്ഞ 27-ാം തീയതി ഭൂമിയിൽ തറക്കല്ലിടുന്നതിന്റെ 2 ദിവസം മുമ്പ് നടത്തിയ കോടതി വിധി സിംബോളിക് ആയിട്ടുള്ള പൊസഷൻ ഏറ്റെടുക്കാനുള്ള അനുവാദമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകിയിരുന്നത്. പണം കോടതിയിൽ അടയ്ക്കാം. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും ആ കേസുമായി മുന്നോട്ട് പോയി. ഇന്നിപ്പോ കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവിടെ പ്രവേശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള അനുവാദവും സർക്കാരിന് നൽകി. കോടതിയിൽ എതിർകക്ഷികൾ, എസ്റ്റേറ്റ് ഉടമകൾ 510 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി നിലവിൽ കെട്ടിവെച്ച പണത്തിന് പുറമെ 17,77 ചില്ലുവാന രൂപ കൂടി കോടതിയിൽ മറ്റൊരു അക്കൗണ്ടിലൂടെ ഡയറക്റ്റായി അടച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്.